വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ ചേട്ടൻ ഈ വഴിക്കല്ലേ വർക്ക് സൈറ്റിലേക്ക് പോണത്, അതുകൊണ്ട് ഞാനിങ്ങനെ. അല്ല, അപ്പൊ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഈ എല്ലാ ദിവസവും ജോലിക്കല്ലേ ചേട്ടാ പോണത്, ഞാൻ ഇന്ന് ലീവ് എടുക്കാന്ന് വെച്ചു. അല്ല, അപ്പൊ ഇന്നലെയും പോയില്ലെന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്? എൻ്റെ ചേട്ടാ, നേരം വെളുത്തപ്പം മുതൽ ഭാര്യ തലക്ക് സ്വൈര്യം തരാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ദേ, അപ്പം ചേട്ടൻ ഇപ്പം തുടങ്ങിക്കൊള്ളണം. ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് പോകും? ഇന്നലത്തെ ഈ ഹാങ് ഓവർ മാറിയിട്ടില്ല, എനിക്ക് 2 അടിക്കണം. ചേട്ടൻ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാത്തു നിന്നത്. അല്ല, അത് പിന്നെ ഇല്ലേ? അല്ല, ഞാനേ അവിടെ നിന്ന് തല കാണിച്ചിട്ട് പോയി. ഈ ആഴ്ചയിൽ ഇന്നലെ മാത്രം ജോലിക്ക് പോയത്, വർക്ക് തീരാൻ്റെ. പിന്നെ എന്താ ചെയ്യണം? ഞാനേ ആ മാട്ടിനെ വിളിക്കാം. ഓ, എന്നാ ശരി ചേട്ടാ. ഓ, പിന്നെ അപ്പോഴേക്കും വിളിച്ചോളണം. നീ വാ. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. പ്രഭാഷകൻ 19-ാം അധ്യായം 1-ാം വാക്യം. ചേട്ടാ, ഇതിപ്പോൾ എത്രാമത്തെ തവണയാ ഇങ്ങനെ വന്ന് ക്ഷമ പറയാനും സോറി പറയാനും? ചേട്ടനൊരു മടിയും കാണില്ലായിരിക്കും. എനിക്കിത് പക്ഷേ പരമ ബോറായിട്ട് തോന്നുന്നു. അല്ല, അത് പിന്നെ ഫോൺ ഓഫായി പോയതാ. വന്ന് നുണ പറയാനും ചേട്ടനൊരു മടിയില്ലാതായിട്ടാ. അവരൊരു 10-20 പ്രാവശ്യമാണ് ഈ ഗേറ്റിന് മുന്നിൽ നിന്ന് വിളിക്കണത്. ഫോൺ ഓഫായി പോയെങ്കിൽ അത് റിങ് ചെയ്യുമോ? അത് ചിലപ്പോ സൈലൻ്റായി പോയിണ്ടാവും. കൊള്ളാം, അതും ഉറപ്പില്ല. ഇങ്ങനെ ഓഫായി പോയി, സൈലൻ്റ് ആയിപ്പോയി, എനിക്കൊന്നും കേൾക്കണ്ട. ചേട്ടന് വർക്കിലൊന്നും അല്ല താല്പര്യം. ഇനിമേല് എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ചേട്ടാ, ഇനി എനിക്കൊന്നും പറയാനില്ല. ചേട്ടനെ ഇനി വർക്കിന് വരണ്ട. അവരത്രയും സാധനങ്ങളുമായി ഈ ഗേറ്റിന് മുമ്പിൽ 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്തില്ലേ? അവർ ആൻറ്റോനെ വിളിച്ച് പറഞ്ഞ ഉടനെ ആൻറ്റോ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അപ്പത്തിന് താഴെ തല്ലിപ്പൊളിക്കാൻ ഞാൻ പറഞ്ഞത്. ആ ഗേറ്റും പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് മദ്യപിക്കാൻ പോയിട്ട് ഫോൺ കൊടുക്കാണ്ടിരുന്നാൽ എന്താ ചെയ്യാ? ചേട്ടൻ ചെല്ല്, എനിക്ക് വേറെ പണിയുണ്ട്. അതേ, ഇത് നിർത്തിയ പിന്നെ ചേട്ടന് ഫുൾ ടൈം കമ്പനിക്കാരുടെ കൂടെ കൂടല്ല. എന്നോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ വരണ്ട. ഒരു ജോലിയിൽ ആദ്യം വേണ്ടതേ ഉത്തരവാദിത്വമാണ്, അത് മനസ്സിലായി. മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 21-ാം വാക്യം.
ആ ചേട്ടാ സംസാരിച്ചായിരുന്നാ? സംസാരിച്ചു. എന്തു പറഞ്ഞു? ഇനി മുതല് ആ. പണിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ ആർക്കായാലും ദേഷ്യം വരാതിരിക്കോ ചേട്ടാ? ഇതിപ്പോ ഇത് എത്രാമത്തെ പ്രാവശ്യമാ? പിന്നെ കഴിഞ്ഞ വർക്കിലൊക്കെ എന്തോ ഫണ്ടിന്റെ പ്രോബ്ലം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ, അപ്പൊ എല്ലാം റെഡിയാവും. ഏയ്, അത് ശരിയാവുന്ന തോന്നണില്ല. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ കണ്ടോ. ആ ആ പിന്നെ ചേട്ടാ, ചേട്ടൻ ആദ്യം ഈ കുടി നിർത്താനുള്ള വഴി കണ്ടുപിടിക്കും. ഒന്നുകിൽ ധ്യാനം, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ പോകാനുള്ള വഴി നോക്ക്. അല്ലാതെ ഇത്തരത്തിലാണെങ്കിൽ ഉണ്ടല്ല, ഇവിടെ ഒന്നല്ല, എവിടെ ജോലിക്ക് പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ചേട്ടൻ ശരിക്കും പറഞ്ഞ ഈ വിഷയം സംസാരിക്കാൻ ഇന്ന് വരണ്ടായിരുന്നു. ഏയ്, ഒരു കണക്കിന് ഇന്ന് തന്നെ വന്നത് നന്നായി എന്നാ എനിക്ക് തോന്നണത്. എൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എൻ്റെ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേന്നുണ്ടായ കാര്യങ്ങൾ ഭാര്യ പറയുമ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഞാൻ ഓർക്കുമ്പോൾ ഇനി മുതൽ മദ്യപാനം വേണ്ടെന്നും തൽക്കാലത്തേക്കെങ്കിൽ നിർത്തിവെക്കണമെന്നും ഞാൻ കരുതും. പക്ഷേ വൈകിട്ടാകുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ചിലതെല്ലാം ഇപ്പോൾ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാനാണോ ഭാവം? അതൊന്നും ഒരു ശാശ്വത പരിഹാരം വേണ്ടേ ഇതിന്? ഞാൻ വല്ല ആത്മഹത്യ ചെയ്യുന്നതാണോ നീ വിചാരിച്ചത്? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. വരട്ടെ കണ്ടോ. ആ ശരി ചേട്ടാ. എൻ്റെ ദൈവമേ, ഞാൻ വലിയ ഉപദേശം കുറ്റി കാച്ചി കൊടുത്തിട്ടുണ്ട്. ഞാനും ഇതേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളാണെന്നുള്ള നിലക്ക് എൻ്റെ പണി എപ്പോഴാണ് പോകുന്നത് ആക്കറിയാം. ആൻഡോ, അവിടെ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ തട്ടടിച്ച് കഴിഞ്ഞായിരുന്നു അവിടെ. നാളെ വർക്കിൽ നടക്കുമല്ലോ അല്ലേ? അത് നടക്കും. ആ പിന്നെ ഇവിടുത്തെ വർക്ക് ഏതാണ്ട് തീർന്ന മട്ട. ഇനിയിപ്പോ ആ എസ് എൻ ജംഗ്ഷനിലുള്ള സൈറ്റിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ഷിഫ്റ്റ് ചെയ്ത്. ഇന്നലെ സ്റ്റാലിൻ സാറായിട്ടൊന്ന് ഉടക്കിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ അത് പറഞ്ഞു. പുള്ളിക്കാരൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, വീണ്ടും ഉടക്കാണ് പരിപാടിയാണോ? ഏയ്, ഇന്നലെ സംസാരിച്ച ആളെ അല്ല ഇന്ന് ഫോണിൽ സംസാരിച്ചപ്പോൾ. പുള്ളി ഇന്ന് മുമ്പേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ ഓഫീസിലേക്കെല്ലാം പറഞ്ഞേക്കുക. പിന്നെ പുള്ളിക്കാരൻ ചെയ്തത് ശരിയാണ് ആൻഡോ. പിന്നല്ലാതെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ടിൻ്റെ 50% കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഏയ് 50 അല്ല, 15. 15%. 15%ആണെങ്കിലും രൂപ എത്രയാണ്ടോ. ഇനി ആ രീതിയിൽ തന്നെയാണ് അയാൾ ഡീൽ ചെയ്യണമെങ്കിൽ എനിക്ക് കേസ് കൊടുക്കേണ്ടി വരും. കേസോ? പിന്നില്ലാതെ. അത്രയും കാശൊക്കെ വെറുതെ കളയാൻ പറ്റുമോ ആൻഡോ? ആകെ തലക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ. ചെല്ലട്ടെന്നാ. ആ ശരിയെന്നാ. ആ പിന്നെ ആ പറഞ്ഞോ. ഇനി ആ ജോണേട്ടൻ വരില്ല. ആ ഞാൻ വരണ്ടെന്ന് തീർത്ത് പറഞ്ഞിട്ടു. ഞാനിപ്പോൾ കണ്ടിരുന്നു, പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു പ്രായത്തിലുള്ള പണിക്കാരനെ സത്യം പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല. പുള്ളി ഇപ്പോഴും
നല്ലതുപോലെ പണിയൊക്കെ എടുക്കും. പക്ഷേ വെള്ളോടിയില്ലാതെ താല്പര്യം എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. അപ്പൻ്റെ കാലം മുതലുള്ള പണിക്കാരനാ, അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ചത്. അതൊക്കെ പോട്ടെ. ഇതപ്പം ഇങ്ങനെ ചെയ്യും, വൈകിട്ടേ അവിടെ സൈറ്റിൽ കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ കൊടുത്തു വിടാം. അല്ലെങ്കിൽ ആൻഡുവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേ. അയ്യോ വേണ്ട, കൊടുത്തു വിട്ടാൽ മതി. ഇനി എന്നാണ് ഈ രീതിയൊക്കെ മാറ്റണത്? വെറുതെ ആളുകളെ കൊണ്ട് പഴഞ്ചനെന്ന് പറയിപ്പിക്കല്ലേ. ഞാൻ പോട്ടേന്നാ. ശരി എന്നാ. ജോണേട്ടാ, എന്താണ് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണത്? ഏയ്, ഞാൻ വെറുതെ ഓരോന്നങ്ങനെ ആലോചിച്ച് നിന്നുപോയതാ. ഒന്നും പറയണ്ട ചേട്ടാ. ഇന്നലെ ഞങ്ങൾ മാട്ടിനും ഗോപനും ബോബനും എല്ലാം കൂടി അടിച്ച് തകർത്തി ഞങ്ങൾ. ചേട്ടനെ എത്ര പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ലല്ലോ. ചേട്ടൻ ഇതെവിടെ പോയിച്ച്? പിന്നെ ഞാൻ അറിഞ്ഞ് നിങ്ങൾ ഉമേഷായിട്ടൊക്കെ അരവിന്ദൻ്റെ വീട്ടിൽ കൂടിയ കാര്യം. എന്നിട്ട് നിങ്ങൾ വർക്ക് സൈറ്റിൽ വന്നിട്ട് ഉമേഷുമായിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് പോന്നല്ലേ? അരവിന്ദൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് വൈകിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അല്ല, ഇന്നെന്താ പരിപാടി? ഏയ്, ഒന്നുമില്ല. കമ്പനിക്കാരില്ലെങ്കിൽ പറഞ്ഞോ, ഞാനും മാർട്ടിനും ഗോപനും ബോബനും ഒക്കെ ഉണ്ട്. അവന്മാരിപ്പം എത്തും. ഇല്ല, വേണ്ടടാ, ഞാൻ പോണു. ഇങ്ങർക്കിതെന്തു പറ്റി? ആ ഹലോ, എടാ മാർട്ടിനെ എത്തിയാ? ഞാൻ ദേ പറഞ്ഞടാ. ഓക്കെ, ശരി. മോനെ. ജോണേട്ടൻ്റെ ഭാര്യയല്ലേ? അതെ. ഞാൻ മോനെ കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി കാത്തു നിന്നതാ. എന്താ ചേച്ചി? സാധിക്കുമെങ്കിൽ ചേട്ടനെ തിരിച്ചു മോൻ ജോലിക്ക് കയറ്റണം. ചേച്ചി, അത് പിന്നെ ചേട്ടൻ്റെ രീതികൾ എനിക്ക് അത് ശരിയാവില്ല ചേച്ചി. അത് മോനെ, ചേട്ടൻ പഴയ മാതിരിയൊന്നും അല്ല. ഇപ്പൊ ചേട്ടൻ മദ്യപിക്കാറേ ഇല്ല. അന്ന് മോൻ്റെ അടുത്തുനിന്ന് വന്നതിന് ശേഷം ചേട്ടൻ ആളാകെ മാറി. ചേട്ടനിപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അല്ല, എന്നിട്ട് ചേട്ടനിപ്പോ? മോനെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് ദേ അവിടെ മാറി നിൽക്കുക. ഇനി ചേട്ടൻ മോൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. വളരെ സത്യസന്ധമായിട്ട് തന്നെ കൂടെ നിന്നോളൂ. ഏതായാലും നാളെ ചേട്ടൻ വർക്ക് സൈറ്റിലേക്ക് വാ. എൻ്റെ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഒരു വിരോധവും ഇല്ല. വർക്കിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയാൽ മതി. ഇനി മുതൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. എങ്കിൽ ഞാൻ ചെല്ലട്ടെ. നാളെ ചേട്ടൻ വർക്ക് സൈറ്റിലേക്ക് വാ. ശരി. ശരി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8-ാം അധ്യായം
28 വാക്യം. എന്റെ ചേട്ടാ, ഇതിപ്പോ എത്രാമത്തെ തവണയാ ഇങ്ങനെ വന്ന് ക്ഷമ പറയാനും സോറി പറയാനും? ചേട്ടനൊരു മടിയും കാണില്ല. എനിക്കിത് പക്ഷേ പരമ ബോറായിട്ട് തോന്നും. അതെ, ഇത് നിർത്തിയ പിന്നെ ചേട്ടന് ഫുൾ ടൈം കമ്പനിക്കാരെ കൂടെ കൂടല്ല. എന്നോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ വരണ്ട. ഒരു ജോലിയിൽ ആദ്യം വേണ്ടതേ ഉത്തരവാദിത്വമാണ്. അത് മനസ്സിലായി. പിന്നെ പറഞ്ഞു നീ ആ ജോണേട്ടൻ വരില്ല. ഞാൻ വരണ്ടാന്ന് തീർത്ത് പറഞ്ഞു. ഞാനിപ്പോ കണ്ടിരുന്നു, പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. സാധിക്കുമെങ്കിൽ ചേട്ടനെ തിരിച്ചു മോൻ ജോലിക്ക് കയറ്റണം. അതുമോനെ, ചേട്ടൻ പഴയ മാതിരിയൊന്നും അല്ല. ഇപ്പൊ ചേട്ടൻ മദ്യപിക്കാറേ ഇല്ല. മോനെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് ദേ അവിടെ മാറി നിൽക്കുക. ഇനി മുതൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. ആ ആൻഡോ, ഞാൻ ഇറങ്ങാണേ. അതേ, ഞാനും ഇപ്പൊ പോവും. ആ, ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ലെങ്കിൽ അങ്ങനെ ആകട്ടെ. ഏതായാലും ഈ ആഴ്ച കംപ്ലീറ്റ് ആനും ഇങ്ങോട്ട് തന്നെ പോര്. അവിടെ മാർക്കറ്റ് റോഡിനടുത്ത് ജോണേട്ടനുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. 2 ദിവസം മുമ്പേ ജോണേട്ടൻ തിരികെ വന്നപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ആളാകപ്പാടെ അങ്ങോട്ട് മാറി. ജോബി ചെയ്തത് വലിയൊരു കാര്യമാണ്. ആ കുടുംബത്തിന് അതൊരു വലിയ സഹായമാവും. മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകൻ 17 അധ്യായം 22 വാക്യം. അല്ല, ആൻഡോ ഇറങ്ങണേ പോര് വീട്ടിലേക്കല്ലേ? അതെ, എങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ആ മുരുകനോട് നാളെ കാലത്ത് പമ്പിയുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വരാം. എങ്കിൽ ഞാൻ കാറിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. എന്താ ഇവിടെ നിർത്തിയത്? ആൻഡോ ഇറങ്ങ്.
എന്തു പറ്റി? വല്ല പ്രശ്നമുണ്ടാ? ഏയ് ആൻഡോ, ജോണേട്ടിൽ വന്ന മാറ്റം ആൻഡോ ശ്രദ്ധിച്ചോ? അതാണല്ലോ ഞാൻ സൈറ്റിൽ വെച്ച് പറഞ്ഞത്. ജോബി അങ്ങനെ തിരിച്ചു വിളിച്ചത് ആ കുടുംബത്തിന് വലിയൊരു സഹായമായിരുന്നു. പക്ഷെ ആൻഡോ, ജോണേട്ടൻ മദ്യപാനിയായി വർക്കിൽ ഉഴപ്പിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അദ്ദേഹം അതിൽ നിന്നെല്ലാം വിഭിന്നമായി നല്ലവനായപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. അല്ലല്ലോ, അവരിങ്ങോട്ട് ചോദിക്കാറുന്നില്ലേ? അവര് ഭാര്യയും ഭർത്താവും കൂടി പള്ളിയിൽ വെച്ച് ജോബിയെ കണ്ട് സംസാരിച്ചതല്ലേ? അതെന്തോ ആവട്ടെ, അങ്ങേര് നന്നായതുകൊണ്ടല്ലേ ഞാൻ തിരികെ വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവും നന്നാവലുമെല്ലാം എനിക്കൊരു പാഠമാവുകയായിരുന്നു. ഈ കണ്ട വർക്ക് ടെൻഷൻ്റെ എല്ലാം ഇടയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തിയത് മദ്യത്തിലായിരുന്നു. പക്ഷേ അതെനിക്ക് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരവും ആശ്വാസവും ഒന്നും ആയിരുന്നില്ലെന്നുള്ളതാണ് സത്യം. ജോണേട്ടൻ നാശത്തിൻ്റെ വക്കിലെത്തിയതുപോലെ ആകാനും വർക്കിലും ബിസിനസ്സിലുമെല്ലാം ഞാൻ നശിക്കാനും ഇടയായാൽ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജോണേട്ടൻ്റെ നന്നാവലും തിരിച്ചുവരവുമെല്ലാം എനിക്കൊരു പാഠമാവുകയായിരുന്നു. ജോണേട്ടനും ഭാര്യയും എൻ്റെ അടുക്കൽ വന്ന് പോയ ദിവസം മുതൽ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ മദ്യപാനം നാശത്തിലെത്തിയിട്ട് നന്നാവാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുന്നേ ആയാൽ അതല്ലേ നല്ലത്. എന്താ ആൻഡൊന്നും പറയാത്തത്? ഇതിലും മേലെ, അല്ലെങ്കിൽ ഇതിലും നല്ലൊരു അഭിപ്രായം ഞാനെന്തു പറയാനാ? എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മത്തായി 7:24. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.